അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഡോറ് ചുരണ്ടിയിട്ട് പെയിൻ്റ് അടിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതൊക്കെ പെയിൻ്റ് അടിക്കാനുള്ളതാണ്. നമ്മൾ വരുതി നല്ല കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് വരച്ച് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് പെയിൻ്റ് അടിച്ചെടുക്കണം. സ്വയം വർക്കാണ്, നമ്മുടെ വീട് തന്നെയാണ്, നമ്മുടെ സ്വന്തം വർക്കാണ്. നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടോയെന്ന്. ഇവിടെ ഈ ഡോറ് നമ്മൾ നേരത്തെ പ്രൈമർ അടിച്ചിട്ടതാണ്. അപ്പം അതിൻ്റെ ഈ ഒരു വശത്ത് നമുക്ക് കളർ മാറ്റി കൊടുക്കാം. ഈ രണ്ട് വശത്ത് ഈ ബോർഡർ ഉണ്ട്, ഇവിടെ നമുക്ക് റെഡ് കൊടുക്കാം. ഈ ബോർഡർ ഇങ്ങനെ പോയിട്ട് ഈ സൈഡ് മൊത്തം ബോർഡർ, അത് നമുക്ക് മറ്റൊരു കളർ കൊടുക്കാം. ബാക്ക് സൈഡ് മൊത്തം റെഡും കൊടുക്കാം. കൊടുത്തതിന് ശേഷം നോക്കാം. അപ്പോൾ ഇതാണ് സാമ്പിൾ നമ്മൾ കൊടുത്തത്. നമുക്ക് ബാക്കി കൂടി നോക്കാം. ഇതുപോലെ രണ്ട് കളറായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഡോറിന് നമ്മൾ പറഞ്ഞിരുന്നത് രണ്ട് കളർന്ന്. ഈ ബോർഡറിൽ നമ്മൾ ചുവപ്പ് കളർ കൊടുത്തു. അതുപോലെ തന്നെ ഈ സൈഡിൽ സെൻറ്ററിൽ നമ്മൾ വേറെ ഒരു വൈറ്റും അല്ല, ഒരു ഇളം നീല കളർ നമ്മൾ കൊടുത്തു. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ്. അങ്ങനെ ഇതിൻ്റെ കംപ്ലീറ്റ് പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്ത് റെഡ് കൊടുത്തു, നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ് കളറ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇവിടെ ആയിട്ടുണ്ട്. നമ്മൾ A to Z ആണ്, അതായത് നേരത്തെ ഉള്ളത് മൊത്തം ചുരണ്ടി കളഞ്ഞിട്ട് സാൻഡ് പേപ്പർ വെച്ച് ചുരണ്ടി കളഞ്ഞിട്ടാണ് നമ്മൾ ഈ പെയിൻറ്റ് പുതുതായിട്ട് കൊടുത്തിട്ടുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്ര ഫിനിഷിങ് കിട്ടുകയുള്ളൂ. ഇത് ബാത്റൂമിൻ്റെ ഡോറാണ്. ഇത് നമ്മൾ ഇപ്പോൾ മട്ടി അടിച്ചിട്ട് നമ്മൾ വരതലൊക്കെ കഴിഞ്ഞ് എന്നിട്ടിപ്പോൾ മട്ടി അടിച്ചിട്ടിരിക്കുകയാണ്. ഇത് ഈ ഫൈബറിൻ്റെ ഡോറാണ്. പക്ഷേ ഇത് കാലപ്പഴക്കം ചെന്നിട്ട് പഴയതായത് കാരണം ഇപ്പോൾ പെയിൻ്റ് അടിച്ച് നോക്കാം. നമുക്കിവിടെ ഈ ഡോറിന് അകത്തുനിന്നും പുറത്തുനിന്നും നമുക്ക് കൊടുത്ത് നോക്കാം. ഇപ്പം മൊത്തത്തിൽ നമുക്കിവിടെ കാണാം. ഇതിൻ്റെ ഫ്രെയിം അടക്കം നമ്മൾ പ്രൈമർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇത് കൊടുത്തതിന് ശേഷമുള്ള ഭംഗി എങ്ങനെ നോക്കാം. നമ്മുടെ സ്വന്തം പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാം, നമ്മളീ കാണിച്ച ഈ ഡോറ് നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറാണ്. അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണാം. അപ്പോൾ ഈ ഡോറിനാണ് നമ്മൾ റെഡ് കളർ കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒരു ഡോറാണ്. നമ്മൾ ഇന്നലെ ഇത് പ്രൈമറൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് കൊടുത്തു നോക്കാം കളർ. ഇതിപ്പോൾ രണ്ട് കളറാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ റെഡ് ബോർഡറിലും സ്വന്തം വർക്കാണ്. നമ്മുടെ മറ്റ് ആരുടെയും സഹായമില്ലാതെ സ്വന്തം നിലക്ക് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഡോർ ഇത് അകത്തു നിന്നുള്ള ഭാഗമാണ്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പെയിൻ്റ് അടിച്ച് നോക്കാം. ഡോറാണ് ഇത്. നമ്മൾ ഇപ്പോൾ മട്ടി അടിച്ചിട്ട് നമ്മൾ വരതലൊക്കെ കഴിഞ്ഞ് എന്നിട്ടിപ്പോൾ മട്ടി അടിച്ചിട്ടിരിക്കുകയാണ്. ഇത് ഈ ഫൈബറിൻ്റെ ഡോറാണ്. അകത്തു നിന്നുള്ള ഭാഗമാണ്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പെയിൻ്റ് അടിച്ച് നോക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ പ്രൈമർ അടിച്ചു. ഡോറിന് പ്രൈമർ അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസമായി അടിച്ചിട്ടിട്ട് നമുക്ക് ഇനി ഒരു ചുവപ്പ് കളർ കൊടുത്ത് നോക്കാം. ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറാണ്. ഇത് നേരത്തെ ഉള്ള ഫൈബർ ഡോറാണ്. ഇത് നമ്മൾ പ്രൈമർ കൊടുത്തിരിക്കുകയാണ്. കാരണം ഇതിനകത്തൊക്കെ ഈ വെള്ളം തെറിച്ചിട്ട് കറകൾ വീണിട്ട് ഒരു വൃത്തി തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് കളറാക്കി മാറ്റാം. അപ്പോൾ അതിന് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്, നമ്മൾ ഒരു റെഡ് കളർ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഇതാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്, ഈ സാധനം. അപ്പോൾ ഇത് ഏറ്റവും റെഡല്ല, റെഡിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒരു കളറാണ്. അപ്പോൾ അത് നമുക്ക് കൊടുത്തു നോക്കാം. അകത്തുനിന്നും പുറത്തുനിന്നും നമുക്ക് കൊടുത്തു നോക്കാം. ഇപ്പം മൊത്തത്തിൽ നമുക്കിവിടെ കാണാം. ഇതിൻ്റെ ഫ്രെയിം അടക്കം നമ്മൾ പ്രൈമർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇത് കൊടുത്തതിന് ശേഷമുള്ള ഭംഗി എങ്ങനെ നോക്കാം. ഇതാണ് നമ്മൾ കൊടുക്കുന്ന റെഡ് കളർ. ഇവിടെ ഇത് ഭയങ്കര വാസനയാണ്. ഇത് മൂക്കിന് വല്ലതും കെട്ടണം കേട്ടോ, ഭയങ്കര കുത്തലാണ്. അപ്പോൾ ഇതാണ് റെഡ് കളറ്. കുഴപ്പമില്ല, ഇതിന് മാച്ച് ആവുന്നൊരു കളറാണ്. അപ്പോൾ നമുക്ക് മൊത്തം കൊടുത്തതിന് ശേഷം നോക്കാം.
റെഡ് കളർ നമ്മളിവിടെ കൊടുത്തിരിക്കുകയാണ് ഒരു കോട്ട്. ഇനി ഒരു കോട്ടും കൂടി കൊടുക്കേണ്ടതുണ്ട്. അതും കൂടി കൊടുത്തിട്ട് ഫിനിഷ് ആക്കിയിട്ട് നമുക്ക് നോക്കാം. ഇത് ബാക്ക് സൈഡ് കുഴപ്പമില്ല, മാച്ച് ആവുന്നുണ്ട് കളറ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡോറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഡോറ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റ് ഫുള്ളായിട്ട് നമ്മൾ ബാത്റൂമിൻ്റെ ഫൈബർ ഡോറ് നമ്മൾ ഫുള്ളായിട്ട് ഫിനിഷ് ആക്കിയതിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിൻ്റെ 2-3 ഡോറ്, കിച്ചൻ്റെ ഡോറുണ്ട്, അതൊക്കെ ഒന്ന് ഓരോന്നായിട്ട് സാമ്പിളായിട്ട് നോക്കാം. എല്ലാത്തിനും അടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് നമുക്കെല്ലാം കണ്ടു കളയാം പെട്ടെന്ന്. ബാത്റൂമിന് നമ്മളൊരു റെഡ് കളർ കൊടുത്തു, അത് ഫിനിഷായി, അത് നമ്മൾ കണ്ടു. ഇത് ഇനി ബെഡ്റൂമിൻ്റെ ഒരു ഡോറാണ്. ഇതിപ്പോൾ ചുരണ്ടി വെച്ചിട്ടുള്ളത്. ഇനി ഇതിന് പ്രൈമർ അടിക്കണം. അത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള 2 കളറുണ്ട്, അത് കൊടുക്കുക. അത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ഇനി ദ്വാരങ്ങളുണ്ട്, അതിനൊക്കെ നമ്മൾ പുട്ടി കൊടുത്തിട്ട് ഒക്കെ റെഡിയാക്കിയിട്ട് ഒരു ദിവസം ഉണങ്ങാനുള്ള സമയം നമ്മൾ കൊടുക്കണം. ബെഡ്റൂമിൻ്റെ ഡോറാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് നമ്മൾ ബോർഡർ റെഡും മറ്റേ ഭാഗത്ത് നമ്മുടെ ഇഷ്ടപ്പെട്ട കളറും കൊടുത്തിരിക്കുകയാണ്. അതും ഫിനിഷ് ആയിട്ടുണ്ട്. ഡോറ് കൊടുത്തതാണിത്. ഇതിന് ഒറ്റ കളറാണ് നമ്മൾ കൊടുത്തത്. ഈ ഒറ്റ കളറ് കംപ്ലീറ്റ് ഒരേ കളറിൽ ഈ ബാത്റൂം ആയതുകൊണ്ട് ഇങ്ങനെ കൊടുത്താണ്. ഭംഗി കൂട്ടാതെ ഒറ്റ കളറിൽ ഒതുക്കി. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെഡ്റൂമിൻ്റെ ഒരു ഡോറാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഡറിൽ റെഡും സൈഡിൽ ഈ കളറുമായിട്ട് കൊടുത്തു. ബാക്കിൽ ഒറ്റ കളറ് റെഡ് കൊടുത്തു. ഇത് ബാതിലിൻ്റെ കട്ടിലൊക്കെ ഈ കളറെ നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പെയിൻറ്റിങ് നമ്മളെ. പക്ഷെ ഇവിടെയൊക്കെ ഇനി പണിയുണ്ട്. ഇതൊക്കെ നമുക്ക് പൊട്ടി വെച്ചിട്ട് അടയ്ക്കേണ്ടതുണ്ട്. ഞാൻ ജസ്റ്റ് പെയിൻറ്റ് എല്ലാം മിക്സ് ചെയ്തതിന് സൈഡ് ഓർമ്മയിൽ വന്നു. അപ്പോൾ പിന്നെ പെയിൻറ്റ് കട്ടായിപ്പോൾ, അതുകൊണ്ട് അടിച്ച് വിട്ടതാണ്. പിന്നെ പിന്നീട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. വാതിൽ കട്ടില ഇവിടെ ഉണ്ട്, ഒറ്റ കളറിലാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാവരും ഡോറ് ഇതാണ് നമ്മൾ ബെഡ്റൂമിൻ്റെ ഡോറ്. അതും നമ്മളിവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമ്മൾ അതും ഈ ബോർഡറിൽ റെഡ് കൊടുത്തു. സൈഡിൽ നേരത്തെ പറഞ്ഞ അതേ കളറ് അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒറ്റ കളറ് റെഡ് മാത്രം. കാരണം ബാക്ക് സൈഡ് ആരും അത്ര പെട്ടെന്ന് കാണുകയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ കളറ് കിട്ടാൻ പ്രയാസമാണ്. ഈ കളറ് മാർക്കറ്റിൽ തിരഞ്ഞിട്ട് ഒരുപാട് കടയിൽ കിട്ടിയില്ല. നമ്മൾ നേരത്തെ കൊടുത്തൊരു കളറാണ്. ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ കൊടുത്തത്. കിച്ചണിൽ നമ്മൾ പുറത്തേക്ക് പോകുന്ന ഡോറാണ്. ഇതും കംപ്ലീറ്റ് റെഡ് കൊടുത്തു ബാക്ക് സൈഡിൽ. അതിപ്പോൾ തന്നെ കട്ടിലൊക്കെ കൊടുത്തിട്ടുള്ള കളർ ഇതാണ്. ഇതും A to Z ആണ്. ഇതിൻ്റെ മുൻവശത്ത് കൊടുത്തത് നേരത്തെ കൊടുത്ത പോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് റെഡും ഇവിടെ ഈ കളറും. അപ്പോൾ ഇതൊക്കെ കൊടുത്താൽ ഡോറ് നമുക്ക് പുതുപുത്തൻ മാതിരി തോന്നും. ഇനി നമുക്ക് ചുമരിൻ്റെ പണി ബാക്കിയുണ്ട്, അത് നമുക്ക് മെല്ലെ തുടങ്ങാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ ബൈ.